പി.വി. അൻവർ ചില ഉദ്യോഗസ്ഥ പുഴുക്കത്തുകളുടെ കുത്തിന് പിടിച്ചപ്പോൾ അവരെക്കൊണ്ട് ജീവിച്ചിരുന്നവരും അവരെക്കൊണ്ട് വരുമാനമുണ്ടാക്കിയിരുന്നവരും അവരെക്കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുത്തിരുന്ന ചില ഓൺലൈൻ പുഴുക്കുത്തുകൾക്ക് കൂടി വല്ലാത്ത ഹാലിളക്കമുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമല്ലേ? ഇന്നലകളിൽ നമ്മുടെ സമൂഹത്തിലെ വിഷജന്തുക്കളായ ഈ പുഴുക്കുത്തുക്കൾക്ക് കവചം തീർത്തിരുന്നവരാണല്ലോ ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില മഞ്ഞകൾ. അവർ തമ്മിൽ പരസ്പര ധാരണയിലാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവരിലൂടെ പുറത്തേക്ക് വിട്ട് സ്വയം മഹാന്മാരായി നടന്നവരാണ്. ആ പുഴുക്കുത്തുകളെയാണ് കൈയോടെ കുത്തിരി പിടിച്ച് പി.വി. അൻവർ വലിച്ച് പുറത്തേക്കിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ ഇവരെ കൊണ്ട് ജീവിച്ചിരുന്നവന്മാർക്ക് നന്ദി കാട്ടേണ്ടി വരും. അവർ ചെയ്തു കൊടുത്ത പല ആനുകൂല്യങ്ങളും സഹായങ്ങളും കൊണ്ട് ഇവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈ പുഴുക്കുത്തുകളെ സംരക്ഷിക്കാൻ വേണ്ടി പല തരത്തിലുള്ള നാറിയ കളികളും കളിക്കും. അങ്ങനെ ഒരു നാറിയ കളിയാണ് പി.വി. അൻവറിനെതിരെ ഇപ്പോൾ വർഗീയവാദി ചാപ്പ കുത്താനുള്ള പരിശ്രമം നടക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഈ സമൂഹം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഉദ്യോഗസ്ഥ പുഴുക്കുത്തുകൾ അവർ ഒരു വലിയ നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിനുള്ളിൽ ചില രാഷ്ട്രീയക്കാരുണ്ട്, ചില മാപ്രകളുണ്ട്. ഇവർ പരസ്പര ധാരണയോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാരിനെ അട്ടിമറിക്കാനും ഈ സർക്കാരിനെ അവഹേളിക്കാൻ വേണ്ടിയുള്ള ചില നീക്കുപോക്കുകൾ. അത് പൊളിഞ്ഞപ്പോൾ ഉണ്ടായ ഹാലിളക്കമാണ്. ആ ഹാലിളക്കത്തിൻ്റെ പേരിലാണ് പി.വി. അൻവർ നടത്തുന്ന നീക്കത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് വർഗീയവാദി ചാപ്പ കുത്താനുള്ള പരിശ്രമം. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, ഏറെ റിസ്ക് എടുത്തുള്ള ഒരു ദൗത്യത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. പോലീസിലെ ഒരു വിഭാഗം പുഴുക്കുത്തുകൾക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. എന്നാൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു പറ്റം മാധ്യമങ്ങളെ ചിലർ രംഗത്തിറക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് മുതൽ മറുനാടൻ മലയാളി, മലയാളി വാർത്ത, ABC ന്യൂസ് എന്നീ ഓൺലൈൻ മഞ്ഞ ചാനലുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. സദുദ്ദേശത്തോടെ സമീപിച്ച ഒരു വിഷയത്തെ വർഗീയതയുടെ നിറം നൽകി റദ്ദ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായുള്ള വർഗീയവാദി ചാപ്പവധിക്കൽ ഉൾപ്പെടെ ഇവർ നിർബാധം തുടരുന്നുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികൾ മുൻപിലുണ്ടായാലും അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വർഗീയവാദി ചിത്രീകരണം കൊണ്ടൊന്നും ഒരടി പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. പുഴുക്കുത്തുകൾ പുറത്താകും വരെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകളുമായി തന്നെ ഇവിടെ ഉണ്ടാകും. ഇത്തരം മഞ്ഞ ചാനൽ പ്രചരണങ്ങളെ അവഗണിക്കണം. ഇവരുടെ നെഗറ്റീവ് വാർത്തകളുടെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഇവർക്ക് റീച്ച് കൂട്ടിക്കൊടുക്കാൻ നിൽക്കരുതെന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസം വരും, അധികം വൈകാതെ തന്നെ. ഏവർക്കും ഓണാശംസകൾ. ഇതാണ് പി.വി. അൻവർ പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. സ്വാഭാവികമായിട്ടും ഒരാളെ പെട്ടെന്ന് നിശബ്ദനാക്കാനുള്ള എളുപ്പ വഴിയാണ് വർഗീയവാദി ചാപ്പ. ആ ചാപ്പ കുത്താനുള്ള പരിശ്രമത്തിൻ്റെ പിന്നിൽ ചില കറുത്ത കരങ്ങളുണ്ട്. അതും ഈ പോലീസ് ഉദ്യോഗസ്ഥ തലത്തിലെ ഉന്നതരുടെ കറുത്ത കൈകൾ. കാര്യം ഇത്രയും കാലം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമെല്ലാം വലിയ വലിയ നേട്ടങ്ങൾ വച്ചനുഭവിച്ചു വരികയായിരുന്നു. അത് തകരാൻ പോകുന്ന തിരിച്ചറിവാണ് പലതരത്തിലുള്ള നാടകങ്ങൾ സൃഷ്ടിക്കാൻ കാരണം. കൂടാതെ അത് തകർക്കാൻ വേണ്ടി ഒരാൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളെ സമൂഹത്തിൻ്റെ മുന്നിൽ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി പല നുണക്കഥകൾ പ്രചരിപ്പിക്കണം. അതിനൊരു എളുപ്പ വഴിയാണ് മനുഷ്യർക്കിടയിൽ മതം ഇതിൻ്റെ ഇടയിൽ തിരികെ കയറ്റി വർഗീയമായി ചേരിതിരിക്കാൻ. അതിലൂടെ ഈ പുഴുക്കുത്തുകളായ ഉദ്യോഗസ്ഥർക്ക് പിന്തുണ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. അതിൽ ഒരടി പിന്നോട്ടില്ലെന്ന് പി.വി. അൻവർ പറയുമ്പോൾ സ്വാഭാവികമായി ഈ സമൂഹത്തിലെ വർഗീയമായ ചിന്തയില്ലാത്ത മനുഷ്യരെല്ലാം ആ വ്യക്തിക്ക് പിന്നിൽ അണിനിരക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും അപകടകാരികളായ മാഫിയകളാണ് മാധ്യമ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ഒരു വിഭാഗം. അവർ ഒരു പാരലൽ ലോകത്തിരുന്ന് ഈ സമൂഹത്തെ മുഴുവൻ അടക്കി വാഴുകയായിരുന്നു. അതിനെ പൊളിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യം തന്നെയാണ്. അതിൽ ഒരാൾ മുന്നിട്ടിറങ്ങുമ്പോൾ അയാളെ സമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറ്റുകയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ഓൺലൈൻ മഞ്ഞ ചാനലുകൾ നിങ്ങൾ അൺഫോളോ ചെയ്യേണ്ട സമയമാണ്. ഒഴിവാക്കി വിടുക. അത്തരം വാർത്തകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. അതെല്ലാം ഈ വൃത്തികെട്ടവന്മാരെ വെള്ള പൂശിയെടുക്കാനുള്ള തീവ്ര ശ്രമമാണ്. ഇവരൊക്കെ ചില പോസ്റ്റുകളിൽ ഇരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഈ പുഴുക്കുത്തുകളൊക്കെ നല്ല പോസ്റ്റിലിരിക്കുന്നത് ഈ മഞ്ഞ ചാനലുകളെ സംബന്ധിക്കുന്നിടത്തോളം പണം കായ്ക്കുന്ന മരമാണ്. ഇവരെ വിറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോടികളുടെ ഇടപാടാണ് നടക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പി.വി. അൻവറിൻ്റെ ഈ നീക്കത്തെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. അതിന് ഒരു പരിസമാപ്തി ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് ഒപ്പം നിൽക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെയാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്.